ശബരിമലയിലെ പൂർണ്ണ സ്ത്രീ പ്രവേശനത്തിനെതിരെ ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭ പരിപാടികൾ നടക്കും. എൻഡിയുടെ ആഭിമുഖ്യത്തിൽ ശബരിമല സംരക്ഷണ യാത്ര രാവിലെ 10:30 പന്തളത്ത് നിന്ന് ആരംഭിക്കും. ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 200 കേന്ദ്രങ്ങളിൽ രാവിലെ 1 മണിക്കൂർ റോഡുകൾ ഉപരോധിക്കും. എൻഡിയുടെ ആഭിമുഖ്യത്തിലുള്ള ശബരിമല സംരക്ഷണ യാത്ര ഇന്ന് രാവിലെ 10:30 പന്തളത്ത് നിന്നും തുടങ്ങും. എൻഡിഎ ചെയർമാനും ബിജെപി സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള നയിക്കുന്ന യാത്ര 15-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. എൻഡിഎയുടെ പ്രവർത്തകർക്ക് പുറമെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ യാത്രയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനമൊട്ടാകെ റോഡ് ഉപരോധിക്കും. 200ഓളം താലൂക്ക് കേന്ദ്രങ്ങളിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടക്കുക. രാവിലെ 11 മുതൽ 12 വരെയാണ് ഉപരോധം. പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായുള്ള നാമജപയാത്രകൾ ഇന്നും വിവിധ സ്ഥലങ്ങളിൽ നടക്കും. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊന്നാനിയിൽ നടന്ന നാമജപയാത്രയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തുടർന്ന് പ്രതിഷേധ യോഗം നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ശബരിമല സ്ത്രീ പ്രവേശന വിധി നടപ്പാക്കുന്നത് സംബന്ധിച്ച് നടപടികൾ ചർച്ച ചെയ്യാനായി ഇന്നും നാളെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരും. സ്ത്രീ പ്രവേശന വിധി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിനാൽ മറിച്ചൊരു തീരുമാനം യോഗത്തിലുണ്ടാകാൻ ഇടയില്ല. തുലാമാസ പൂജയ്ക്ക് ഈ മാസം 17-ന് ശബരിമല നട തുറക്കുമ്പോൾ സ്ത്രീകൾ വരാനുള്ള സാധ്യത ബോർഡ് മുന്നിൽ കാണുന്നു. ഇവർക്കുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കേണ്ടത് സർക്കാരാണെങ്കിലും ദർശന സൌകര്യം ഒരുക്കേണ്ട ബാധ്യത ബോർഡിനുണ്ട്. ഇത് എങ്ങനെ വേണമെന്നതും യോഗം ചർച്ച ചെയ്യും. പ്രളയത്തിൽ തകർന്ന പമ്പയിലെ സൌകര്യങ്ങൾ ഈ സമയത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കാനാവില്ല. പകരം താൽക്കാലിക സൌകര്യങ്ങൾ ഒരുക്കുന്ന ശ്രമമാണ് നടക്കുന്നത് എന്നും ഇത് സംബന്ധിച്ചും യോഗത്തിൽ തീരുമാനമുണ്ടാകും. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. കോടതി വിധി എങ്ങനെ നടപ്പാക്കുമെന്നതിനെക്കുറിച്ച് യോഗത്തിൽ ചർച്ചയുണ്ടാകും. പുതിയ ബ്രൂവറികളും ഡിസ്റ്റിലറികളും നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ തീരുമാനിക്കാനുള്ള പ്രത്യേക സമിതിക്കും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. CPM സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരം എക്സൈസ് വകുപ്പ് ഇന്നലെയാണ് സമിതിക്ക് രൂപം നൽകിയത്. നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി ഈ മാസം 31-ന് മുൻപ് റിപ്പോർട്ട് നൽകും. കേരള ബാങ്ക് തുടർ നടപടികളും യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. കേരള ബാങ്കിന് റിസർവ് ബാങ്കിന്റെ അനുമതി കഴിഞ്ഞയാഴ്ച ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബാങ്ക് രൂപീകരണ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുമ്പോൾ പെരിയാർ കടുവാ സങ്കേതത്തെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷ സുപ്രീംകോടതി നിയമിച്ച ഉന്നതാധികാര സമിതി ഇന്ന് പരിഗണിക്കും. ദേവസ്വം കമ്മീഷണർ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ എന്നിവർ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ സ്വീകരിച്ച നടപടികൾ ഉന്നതാധികാര സമിതിയെ അറിയിക്കും. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി ഉദ്യോഗസ്ഥരും സമിതിയെ നിലപാട് അറിയിക്കും. പരിസ്ഥിതി ലംഘനം തടയാൻ വേഗത്തിൽ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കണമെന്നാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിലപാട്. അപേക്ഷയിൽ അമിക്കസ് ക്യൂറി ഹരീഷ് സാൽവെയുടെ അഭിപ്രായം തേടിയ ശേഷമാണ് സുപ്രീംകോടതി അപേക്ഷ ഉന്നതാധികാര സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടത്. കോടതി വിധി നടപ്പാക്കുന്നത് ആചാരങ്ങളുടെ ലംഘനമാകുമെന്ന ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തിമാർ. അനുഷ്ഠാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് ആർത്തവത്തിന്റെ പേരിൽ തന്നെയാണ് എന്നും മുൻ മേൽശാന്തിമാർ കൊച്ചിയിൽ യോഗം ചേർന്ന ശേഷം പറഞ്ഞു. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാരിനെതിരെ നിലപാട് ഘടിപ്പിക്കുകയാണ് ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തിമാർ. വിശ്വാസി സമൂഹത്തോടൊപ്പം നിൽക്കുന്നതിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടു. ഈശ്വരവിശ്വാസമില്ലാത്ത ഭരണകൂടമാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും കൊച്ചിയിൽ ചേർന്ന യോഗത്തിന് ശേഷം മുൻ മേൽശാന്തിമാർ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ നിലവിൽ വന്നിട്ടുള്ള വിധി ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രതിസന്ധിയിൽ ശബരിമലയിലും മാളികപ്പുറത്തും പുറപ്പെടാ ശാന്തിമാരായി ഇരുന്നിട്ടുള്ള ഞങ്ങളുടെ ഉത്കണ്ഠ പരിഹരിക്കണം എന്ന് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് അപേക്ഷിക്കുന്നു. സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് ആർത്തവത്തിന്റെ പേരിൽ തന്നെയാണ്. 41 ദിവസത്തെ വ്രതമെടുക്കാൻ സ്ത്രീകൾക്കാകില്ല. 41 ദിവസത്തെ വ്രതം സ്ത്രീകൾക്ക് പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ശബരിമല ദർശനത്തിന് ഒരു സങ്കല്പം ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന പോലെയോ വേറെ മൂകാംബിയെ പോകുന്ന പോലെയോ ശബരിമല പോകാൻ പറ്റില്ല. ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ തന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒരു ദിവസത്തെ പൂജായജ്ഞം നടത്തുമെന്നും മുൻ മേൽശാന്തിമാർ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. മീറ്റു ക്യാമ്പയിനിൽ കുടുങ്ങിയ കൊല്ലം MLA മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് മാർച്ച് നടത്തും.
കൊല്ലത്ത് മുകേഷിന്റെ MLA ഓഫീസിലേക്കാണ് മാർച്ച്. രാവിലെ 10-ന് കൊല്ലം DCCയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തുക. ഒരു ടെലിവിഷൻ ചാനലിന്റെ ഷൂട്ടിംഗിനിടെ അപമര്യാദയായി പെരുമാറിയെന്ന് കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫാണ് ആരോപണം ഉന്നയിച്ചത്. സംഭവത്തെപ്പറ്റി ഇതുവരെ പ്രതികരിക്കാൻ CPM കൊല്ലം ജില്ലാ കമ്മിറ്റി തയ്യാറായിട്ടില്ല. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഇരകൾ നടത്തുന്ന വെളിപ്പെടുത്തലുകളാണ് MeToo ക്യാമ്പയിൻ. ബാർക്കോഴ കേസിൽ KM മാണിക്ക് ഇന്ന് നിർണായകം. പുനരന്വേഷണം സംബന്ധിച്ച നിലപാട് സംസ്ഥാന സർക്കാർ വിജിലൻസ് കോടതിയെ അറിയിക്കും. മാണിയെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് കോടതി തള്ളിയിരുന്നു. എന്നാൽ തുടരന്വേഷണത്തിന് സർക്കാരിൽ നിന്നും അനുമതി വാങ്ങാൻ കോടതി വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിരുന്നു. പ്രളയ ദുരിതത്തിൽപ്പെട്ടവർക്ക് അടിയന്തര സഹായമായി സർക്കാർ പ്രഖ്യാപിച്ച 10,000 രൂപ 40% പേർക്കും ഇനിയും ലഭിച്ചിട്ടില്ല എന്ന് UDF ഉപസമിതി. കുട്ടനാട്ടിലടക്കം പാടങ്ങൾ കൃഷിയോഗ്യമാക്കാൻ നടപടി വൈകുന്നതായും KC ജോസഫ് അധ്യക്ഷനായ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പണം കൊടുത്തവരുടെ ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധപ്പെടുത്തണമെന്നും ഉപസമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രളയബാധിത പ്രദേശങ്ങളിൽ നേരിട്ട് സന്ദർശനം നടത്തിയാണ് 5-അംഗ UDF ഉപസമിതി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദുരിതബാധിതർ പലതവണ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട സാഹചര്യമാണുള്ളത്. പലർക്കും ഇനിയും സഹായം കിട്ടിയിട്ടില്ല. ബന്ധുപരമില്ലാത്ത നിരാലംബരായ നിസ്സഹായരായ ആളുകൾ അവരിന്ന് ഈ സഹായം കിട്ടാതെ ഇപ്പോഴും ദുരിതത്തിന് നീർച്ചുഴിയിലാണ്. യാഥാർത്ഥ്യം പറഞ്ഞാൽ ഇനിയും 40% ആൾക്കാർ കൊടുക്കാൻ ബാക്കി നിൽക്കുകയാണ്. സഹായം നൽകിയവരുടെ പട്ടിക സർക്കാർ ഉടൻ പ്രസിദ്ധീകരിക്കണം. വീട് നഷ്ടപ്പെട്ടവരെ കുറിച്ചും വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടവരെ കുറിച്ചുമുള്ള കണക്ക് സർക്കാരിന്റെ കയ്യിലില്ല. കാർഷിക മേഖലയിലും വേണ്ടത്ര സഹായം ലഭിച്ചിട്ടില്ല. മിക്കയിടത്തും രണ്ടാം കൃഷി ആരംഭിക്കാനാകാത്ത സ്ഥിതിയാണ്. രണ്ടാം കൃഷി ആരംഭിക്കണമെങ്കിൽ അടിയന്തരമായി കൃഷിക്കാർക്ക് ഒന്ന് പുറം ബണ്ട് ബലപ്പെടുത്താനും രണ്ടാം കൃഷിക്ക് ആവശ്യമായ വിത്തും വളവും സൗജന്യമായി കൊടുക്കാനും പാടശേഖരങ്ങൾ കൃഷിയോഗ്യമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം കൊടുത്തില്ലെങ്കിൽ കുട്ടനാട്ടിൽ രണ്ടാം കൃഷി നടക്കാൻ പോകുന്നില്ല. കർഷകർക്കും ചെറുകിട കച്ചവടക്കാർക്കുമുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ സർവേ നടത്തണമെന്നും UDF ഉപസമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കോട്ടയം. പ്രളയത്തിൽ സംസ്ഥാനത്തുണ്ടായ കൃഷിനാശത്തെക്കുറിച്ച് കൃഷിവകുപ്പും കാർഷിക സർവകലാശാലയും നൽകിയത് വ്യത്യസ്ത കണക്കുകൾ. കൃഷിവകുപ്പ് 19,000 കോടിയുടെ നാശനഷ്ടമുണ്ടായി എന്ന് പറയുമ്പോൾ ഇതിന്റെ 1/5 നഷ്ടമേ ഉള്ളൂവെന്ന് കാർഷിക സർവകലാശാലയുടെ കണ്ടെത്തൽ. സർവകലാശാല തെറ്റായ കണക്ക് നൽകിയത് എന്ന് KV വിജയദാസ് MLA ആരോപിച്ചു. പ്രളയം മൂലം സംസ്ഥാനത്ത് 19,000 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സുഗന്ധവ്യഞ്ജന വിളകളിൽ 3,400 കോടി രൂപയുടെയും നെല്ലുൾപ്പെടെയുള്ള കാർഷിക വിളകൾക്ക് 16,000 കോടി രൂപയുടെയും നഷ്ടം സംഭവിച്ചു എന്നാണ് കണക്ക്. എന്നാൽ പ്രളയക്കെടുതിക്ക് ശേഷം കാർഷിക സർവകലാശാല നടത്തിയ കണക്കെടുപ്പിൽ 3,646 കോടി രൂപയുടെ നാശനഷ്ടം മാത്രമേയുള്ളൂ എന്നാണ് വിലയിരുത്തൽ. പഠനമോ ചർച്ചയോ നടത്താതെ തയ്യാറാക്കിയ കണക്കാണിതെന്ന് സർവകലാശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ KV വിജയദാസ് MLA പറയുന്നു. അപ്പോൾ കൃഷിവകുപ്പിന് ഒരു കണക്ക്, കൃഷിവകുപ്പിന്റെ കീഴിലുള്ള കാർഷിക സർവകലാശാലയ്ക്ക് വേറൊരു കണക്ക്, ഈ തരത്തിലൊരു കണക്ക് അവതരിപ്പിച്ചു. ഇത് ഗുരുതരമായ പ്രത്യാഘാതം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകും, കൃഷിവകുപ്പിനുണ്ടാകും, കൃഷിക്കാർക്കുണ്ടാകും. കൃഷിനാശം പഠിക്കാൻ 12 സംഘങ്ങളെയാണ് സർവകലാശാല നിയോഗിച്ചത്. ഗവേഷണ വിഭാഗം മേധാവിയോട് പോലും കണ്ടെത്തലുകൾ ചർച്ച ചെയ്തില്ല എന്നും ആരോപണമുണ്ട്. അതേസമയം മഴക്കെടുതിക്ക് ശേഷമുണ്ടായ രോഗബാധയെക്കുറിച്ച് മാത്രമാണ് കാർഷിക സർവകലാശാല പഠനം നടത്തിയതാണ് അധികൃതരുടെ വിശദീകരണം. സർവകലാശാലയുടെ കണക്ക് കേന്ദ്ര സഹായത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയാണ് കർഷകർ പങ്കുവെക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. റഫേൽ ഇടപാടിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഇടപാട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എതിർകക്ഷിയാക്കി അഭിഭാഷകനായ മനോഹർലാൽ ശർമ്മ അടക്കമുള്ളവർ നൽകിയ ഹർജികളാണ് കോടതി പരിഗണിക്കുക. റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ ഫ്രാൻസുമായി ഉണ്ടാക്കിയ കരാറിൽ അഴിമതി വ്യക്തമാണ് എന്നും ക്യാബിനറ്റിന്റെയും പാർലമെന്റിന്റെയും അനുമതിയില്ലാതെയാണ് കരാറെന്നും കാട്ടിയാണ് ഹർജി. ഇടപാടിനെ പിന്തുണച്ച് വിനീത് ടണ്ട നൽകിയ ഹർജിയും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ ബെഞ്ചിന്റെ പരിഗണനയ്ക്കെത്തും. റഫേൽ ഇടപാടിന്റെ കണക്കുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നും രാജ്യത്തെ അപമാനിക്കും വിധമുള്ള രാഷ്ട്രീയ വിവാദം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ ഹർജി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ രാജസ്ഥാനിലെ പര്യടനം തുടരുന്നു. റോഡ് ഷോയുടെ ഭാഗമായുള്ള സങ്കൽപ് റാലിയിൽ രാഹുൽ ഇന്ന് പങ്കെടുക്കും. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രചരണ പരിപാടികൾ ഊർജിതമാക്കുകയാണ് കോൺഗ്രസ്.
ഇന്നലെ നടന്ന യോഗങ്ങളിൽ ബിജെപിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് രാഹുൽ ഉന്നയിച്ചത്. കോർപ്പറേറ്റുകളുടെ കോടികൾ എഴുതിത്തള്ളിയ പ്രധാനമന്ത്രി കാർഷിക വായ്പകൾ എന്തുകൊണ്ട് എഴുതിത്തള്ളുന്നില്ല എന്നും രാഹുൽ ചോദിച്ചു. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ 2 ദിവസത്തെ അക്കൌണ്ടന്റ്സ് ജനറൽ സമ്മേളനം ഇന്ന് ആരംഭിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ PSC അധ്യക്ഷൻ എന്ന നിലയിൽ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിനെതിരായ റഫേൽ വിവാദം യോഗത്തിൽ ഉന്നയിച്ചേക്കും. 5 നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അടക്കം വിഷയം സജീവ ചർച്ചയാക്കാനാണ് കോൺഗ്രസ് നീക്കം. റഫേൽ ഇടപാട് സംബന്ധിച്ച കണക്കുകളുടെ പരിശോധനയിൽ 70% പൂർത്തിയായതായി CAG വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയിലെ അലബാമയിലും ഫ്ലോറിഡയിലും ജോർജിയയിലും ശക്തമായ കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 163 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. മൈക്കൽ എന്ന് പേര് നൽകിയിരിക്കുന്ന ചുഴലിക്കാറ്റ് ഏറ്റവും ശക്തിയേറിയത് എന്നാണ് മുന്നറിയിപ്പ്. നിരവധി പേരെ വീടുകളിൽ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മധ്യ അമേരിക്കയിൽ ഇതുവരെ 13 ആളുകൾ മരിച്ചതായാണ് റിപ്പോർട്ട്. വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ടിറ്റ്ലി ചുഴലിക്കാറ്റ് ഒഡീഷ ആന്ധ്ര തീരത്തേക്ക് നീങ്ങുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒഡീഷയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്നും ശക്തമായ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ഇടവേള. വിസ തട്ടിപ്പിനിരയായി ഒമാനിലെ വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട അമ്പിളി രാജമ്മയ്ക്ക് പറയാനുള്ളത് മനുഷ്യത്വമില്ലായ്മയുടെ അനുഭവ കഥ. ആടുമാടുകളെ പോലെ നിരത്തി നിർത്തി വിലപേശിയാണ് അറബികൾ മനുഷ്യരെ വാങ്ങിയത് എന്ന് അവർ പറയുന്നു. വഴങ്ങാത്തവരെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നിരുന്നുവെന്നും അമ്പിളി പറഞ്ഞു. ന്യൂസ് 18 ഫോളോ അപ്പ്. നമ്മളിപ്പം കൊണ്ടുപോകാന്ന് വെച്ചു, നമ്മളില്ല ആട്ടുകച്ചവടം പോലെ വിൽക്കും. ഇപ്പം എൻ്റെ കുഞ്ഞമ്മയാണ് നിൽക്കുന്നത്. ഇപ്പോൾ കുഞ്ഞമ്മയ്ക്ക് ഇപ്പം എന്നെ വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞമ്മയോട് പറയാം ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞാൽ അവർ അത്രയും പൈസ കൊടുക്കും. അപ്പോൾ 1000 ആണെങ്കിൽ 1000, അവിടുത്തെ 1000 രൂപ ആയിരിക്കും. അടിമക്കച്ചവടം പോലെ നമ്മളെ വിൽപ്പനയാണ്. വിറ്റിട്ടാണ് അവർ സ്പോൺസർ കൊണ്ടുപോയത്. പിന്നെ നമുക്ക് ആ സ്പോൺസർ വീട്ടിൽ നിന്ന് വരണമെങ്കിൽ ആ പറയുന്ന ഡേറ്റിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. 2 വർഷം 2 വർഷം അതുവരെ നമ്മൾ അടിമയായിട്ട് അവിടെ ചെന്ന് ജോലി ചെയ്യണം. ഭക്ഷണമൊന്നുമില്ല. കടന്നുപോയ നാളുകളെക്കുറിച്ചുള്ള ഞെട്ടലിൽ നിന്നും അമ്പിളി ഇതുവരെ മോചിതയായിട്ടില്ല. ഏജന്റ് ശിവമുരളി ദുബായ് ആശുപത്രിയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് വിദേശത്തേക്ക് കടത്തിയത്. ഒമാനിലെത്തിയപ്പോഴാണ് ചതി മനസ്സിലായത്. എന്റെ മക്കൾക്ക് ഞാൻ തള്ളയായിട്ട് വന്നത് തന്നെ ഭാഗ്യം എന്ന് പറയാം. ഞാൻ ഉദ്ദേശിച്ചില്ല എനിക്ക് എന്റെ മക്കളെ കാണാൻ പറ്റും എന്നുള്ളത്. അതേ അവസ്ഥയായിരുന്നു. അല്ല, ഞാൻ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആ ചിന്തയിൽ മുമ്പോട്ട് പോകുന്നത്. ഏജൻസിയിൽ ആയിരക്കണക്കിന് സ്ത്രീകളാണ് എത്തുന്നത്. അനുസരിച്ചില്ലെങ്കിൽ ക്രൂരമർദ്ദനം. എയർപോർട്ടിൽ വന്ന് ബോംബെ ഞാൻ വന്നിരുന്നതൊക്കെ ഒരുപാട് പെൺകുട്ടികളും കയറി പോകാനായിട്ട് വരുന്നുണ്ട്. അവർക്ക് ഇതുപോലെ മനസ്സക്കടത്ത് നടത്തുന്നുണ്ട്. അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് കിടപ്പുണ്ട്. അയ്യോ, അതുങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന കണ്ട ഇരുമ്പമ്പിക്കൊക്കെ അവൾ അടിക്കുന്നത്. നിരവധി പെൺകുട്ടികൾ മുംബൈ വഴി ഇപ്പോഴും വിദേശത്തേക്ക് കയറ്റിയേക്കപ്പെടുന്നുണ്ടെന്നും അമ്പിളി വ്യക്തമാക്കുന്നു. വാർത്ത ഫലം കണ്ടിരിക്കുന്നു. അമ്പിളി രാജമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. തനിക്കൊപ്പമുള്ളവരെയും മോചിപ്പിക്കുന്നതുവരെ നിയമപോരാട്ടത്തിൽ മുഴുകുമെന്നാണ് ഈ സ്ത്രീയുടെ തീരുമാനം. അടൂർ പുതുവൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തൃശൂരിൽ വയോവൃദ്ധ താമസിക്കുന്നത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഓലക്കുടിൽ. ഭർത്താവിന്റെ മരണശേഷം തനിച്ചായ കുന്നംകുളം മുല്ലശ്ശേരി സ്വദേശി ശാരദയുടെ ജീവിതം ഏറെ ദുരിതത്തിലാണ്. ഭർത്താവ് നഷ്ടപ്പെട്ട ശാരദ 46 വർഷമായി ഒറ്റയ്ക്കാണ്. 3 സെന്റിൽ ഒരു ഓലക്കുടിലാണ് താമസം. 75 വയസ്സുള്ള ശാരദയെ രോഗങ്ങളും അലട്ടുന്നുണ്ട്. 7 സഹോദരങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട ഭൂമിയിലാണ് ശാരദ താമസിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിപ്പൊക്കിയ കൂര നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. പാമ്പ് ശല്യവുമുണ്ട്. വിറകുപുരയും അടുക്കളയും കിടപ്പുമുറിയുമെല്ലാം ഈ ഒറ്റമുറിയാണ്. ചോരുന്നിടത്തെല്ലാം ടാർപോളിൻ വലിച്ചുകെട്ടി തല കുനിച്ചു മാത്രമേ ഈ കുടിലിലേക്ക് കടക്കാനാവൂ. ചുമരൊന്നും വേണ്ട, എനിക്കിതൊന്ന് ചൊവ്വാക്കിയിട്ട് മതി. ഈ ജീവിച്ചത്ര ജീവിക്കണ്ടല്ലോ, 75 വയസ്സ് കഴിഞ്ഞില്ല. ഇനി ഇതൊന്ന് തട്ടി കൂട്ടി ഒന്ന് ചൊവ്വാക്കി തന്നാൽ മതി. ഇതിൽ കിടന്ന് മരിച്ചാലും വേണ്ടില്ല. അതെനിക്ക് വേണ്ട, വേറെ ഒരാശയില്ല. ആശ്രയ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന പലവ്യഞ്ജന കിറ്റിനെയും റേഷനെയും ആശ്രയിച്ചാണ് ജീവിതം. സ്വന്തം ഭൂമിയില്ലാത്തതിനാൽ വീടിനും അപേക്ഷിക്കാനാവില്ല. കനത്ത മഴയോ ശക്തമായ കാറ്റോ വന്നാൽ വീട് നിലംപൊത്തുമെന്ന ആധിയിലാണ് ശാരദ. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചം മാത്രമുള്ള ഇവരുടെ ജീവിതവും ഇരുട്ടിലാണ്. വലിയ വീടോ സുഖസൗകര്യങ്ങളോ
സ്ഥലമോ ഒന്നും ശാരദാമ്മയ്ക്ക് ആവശ്യമില്ല. മഴ കൊള്ളാതെ ചുരുണ്ടുകൂടി കിടക്കാൻ ഒരു ചെറിയ വീട് മാത്രം മതി ഈ അമ്മയ്ക്ക്. ക്യാമറാമാൻ ഇമ്മാനുവൽ തോമസിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഉദ്ഘാടന ദിവസം തന്നെ സർവീസുകൾ തുടങ്ങും. വിമാന കമ്പനി പ്രതിനിധികളും കിയാൽ അധികൃതരുമായി നടന്ന ചർച്ചയിലാണ് ധാരണ. വിമാനത്താവളത്തിലെ സജ്ജീകരണങ്ങൾ പ്രതിനിധികൾ വിലയിരുത്തി. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഉദ്ഘാടന ദിവസമായ ഡിസംബർ 9 മുതൽ യാത്രാ വിമാനങ്ങൾ പറന്നുയരും. വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കുമെന്ന് 4 കമ്പനികൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. കൂടുതൽ കമ്പനികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നും MD വി തുളസീദാസ് പറഞ്ഞു. ആദ്യമായിട്ട് നമുക്ക് 3 കമ്പനികൾ ഫേമായിട്ട് പ്ലാൻ തന്നിരുന്നു. അത് ഒന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്, 2 ഇൻഡിഗോ ആണ്, 3 ഗോ എയർ ആണ്. ഇതുകൂടാതെ സ്പൈസ് ജെറ്റും ഇവിടുന്ന് ഫ്ലൈറ്റ് താമസിയാതെ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഏതായാലും ഉണ്ട്. അതിപ്പോൾ ഇന്ത്യൻ കമ്പനികളാണ് ആദ്യം നടത്താൻ പോകുന്നത്. ഗൾഫ് മേഖലയിലെ 5 വിമാന കമ്പനികൾ ഉൾപ്പെടെയുള്ള 9 കമ്പനികളുടെ പ്രതിനിധികളാണ് കണ്ണൂരിലെത്തി കിയാലുമായി ചർച്ച നടത്തിയത്. സർവീസ് കൗണ്ടർ, വിമാന പാർക്കിംഗ്, പാസഞ്ചർ ചെക്ക്-ഇൻ, സെൽഫ് ബാഗേജ് ഡ്രോപ്പ് തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിനെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച. വിമാനത്താവളത്തിലെ സൗകര്യങ്ങളും സേവനങ്ങളും പ്രതിനിധികൾ വിലയിരുത്തി. ഹോട്ടലുകൾ നിർമ്മിക്കാൻ സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി വിട്ടുനൽകാൻ തയ്യാറാണെന്നും കിയാൽ അറിയിച്ചു. പരിഷ്കരിച്ച വ്യവസ്ഥകളോടെ കണ്ണൂരിൽ നിന്ന് ഉഡാൻ സർവീസും തുടങ്ങും. ന്യൂസ് 18, കണ്ണൂർ. കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്ന പുതിയ വൈദ്യുതി നിയമ ഭേദഗതി ബിൽ സംസ്ഥാന വൈദ്യുതി മേഖലയിൽ വൻ തിരിച്ചടിയാവും. സ്വകാര്യ വൈദ്യുത ഉൽപ്പാദകർക്ക് ആനുകൂലമായ നിയമം വലിയ തോതിലുള്ള നിരക്ക് വർധനവിനും ഇടയാക്കിയേക്കും. വൈദ്യുതി ഉൽപാദന വിതരണ മേഖലയിൽ KCBക്കുള്ള അധികാരം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് ബിൽ. കേന്ദ്ര സർക്കാർ നടപ്പാക്കാനൊരുങ്ങുന്ന വൈദ്യുതി നിയമ ഭേദഗതി ബിൽ ഫലത്തിൽ KSEBയുടെ പ്രസക്തി തന്നെ ഇല്ലാതാക്കും. പൊതുമേഖലയിലെ വൈദ്യുത ഉൽപാദന രംഗത്ത് നിലനിന്നിരുന്ന ഏകീകൃത സ്വഭാവം ബിൽ വരുന്നതോടെ ഇല്ലാതാവും. ക്രോസ് സബ്സിഡി ഇല്ലാതാക്കണമെന്നതാണ് നിയമത്തിലെ പ്രധാന ശുപാർശ. സ്വകാര്യ വൻകിട വൈദ്യുതി ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇഷ്ടമുള്ളവരിൽ നിന്ന് വൈദ്യുതി വാങ്ങാം. മുമ്പ് ഇത്തരക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന സർചാർജ് ഒഴിവാക്കപ്പെടും. KSEBയുടെ വരുമാനം കുറയുന്നത് ഗാർഹിക ഉപഭോക്താക്കളുടെ വൈദ്യുതി നിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കും. ക്രോസ് സബ്സിഡിക്ക് സഹായകരമായിരുന്ന ഓപ്പൺ ആക്സസ് സർചാർജ് ഇല്ലാതാകുന്നതുകൊണ്ട് നിലവിൽ സബ്സിഡി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാർഷിക ഉപഭോക്താക്കളെ അത് ദോഷകരമായി ബാധിക്കും. സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബിൽ എന്നുള്ള നിലയ്ക്ക് 2014 തയ്യാറാക്കിയിട്ടുള്ള ബില്ലുമായി അടിസ്ഥാനപരമായി യാതൊരു വ്യത്യാസവും ഈ പുതിയ ബില്ലിനില്ല. പുതിയ കേന്ദ്ര നിയമത്തിലെ ശുപാർശ അനുസരിച്ച് ഉപഭോക്താവിനുള്ള സബ്സിഡി ബാങ്ക് അക്കൗണ്ട് വഴിയേ ലഭിക്കൂ. ഒപ്പം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ അധികാരവും നഷ്ടപ്പെടും. കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന സമിതിയായിരിക്കും നിയമനം നടത്തുക. ഇതടക്കം വൈദ്യുത മേഖലയിലെ സ്വകാര്യവൽക്കരണം സാധ്യമാകുന്നതാണ് നിയമത്തിലെ ശുപാർശകളെന്നാണ് വിമർശനം. നിയമത്തിന്റെ കരടിന്മേലുള്ള സംസ്ഥാനത്തിന്റെ നിലപാട് 45 ദിവസത്തിനകം അറിയിക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. ന്യൂസ് 18, തിരുവനന്തപുരം. കായംകുളം കൊച്ചുണ്ണി പ്രത്യേക ഷോ കാണാൻ മുഖ്യമന്ത്രി അടക്കമുള്ള VIP നിര. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരാണ് കുടുംബസമേതം ചിത്രം ആസ്വദിക്കാനെത്തിയത്. മികച്ച സിനിമ എന്ന അഭിപ്രായമായിരുന്നു കണ്ടിറങ്ങിയ എല്ലാവർക്കും. നിവിൻ പോളി കായംകുളം കൊച്ചുണ്ണിയായും മോഹൻലാൽ ഇത്തിക്കരപ്പക്കിയുടെ വേഷത്തിൽ അതിഥി താരമായും എത്തുന്ന സിനിമയുടെ പ്രത്യേക പ്രദർശനമാണ് കലാഭവനിൽ ഒരുക്കിയിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ EP ജയരാജൻ, AK ബാലൻ, KT ജലീൽ എന്നിവരും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കുടുംബസമേതം സിനിമ കാണാനെത്തി. സിനിമയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രി AK ബാലനും ഒറ്റവാക്കിൽ മറുപടി നൽകി. മികച്ച സിനിമയെന്ന അഭിപ്രായം തന്നെയായിരുന്നു കോടിയേരിക്കും. നല്ല സിനിമയാണ്, ചരിത്ര സംഭവത്തെ നന്നായിട്ട് അവതരിപ്പിച്ചു. സിനിമ കാണാൻ നിർമ്മാതാവ് ഗോകുലം ഗോപാലനും എത്തിയിരുന്നു. ആരാധകർ കാത്തിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം കായംകുളം കൊച്ചുണ്ണി റോഷൻ ആൻഡ്രൂസാണ് സംവിധാനം ചെയ്തത്. ചിത്രം നാളെ പ്രദർശനത്തിനെത്തും. ന്യൂസ് 18, തിരുവനന്തപുരം. മുഖമിനുക്കി പത്മനാഭസ്വാമി ക്ഷേത്രം. നവീകരിച്ച ക്ഷേത്ര നടപ്പാത, പത്മതീർത്ഥക്കുളം എന്നിവ വൈകാതെ തന്നെ പൊതുജനങ്ങൾക്കായി തുറക്കും. ചിലവ് ചുരുക്കി പദ്ധതി പൂർത്തീകരിക്കാനാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം. കുളത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നവീകരണ പ്രവർത്തനങ്ങളും നടപ്പാത നിർമ്മാണവും പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ പൊളിഞ്ഞു കിടക്കുന്ന കൽമണ്ഡപങ്ങളുടെ പണികളും നടക്കുകയാണ്. തന്ത്രിമഠത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയായി. കുളത്തിന്റെ വർക്ക് ഏതാണ്ട് പൂർത്തിയായെന്നാണ് പറയാൻ. പിന്നെ നട മാർബിൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇലക്ട്രിക്കിന്റെ ആയാലും പിന്നെ കേബിളിന്റെ ആയാലും
എല്ലാം അവർ ഏതാണ്ട് ഫിനിഷ് ചെയ്തെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ സൈഡ് മാത്രമേ ഉള്ളൂ വർക്ക്, ബാക്കിയെല്ലാം രണ്ട് സൈഡൊക്കെ കട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ കുളത്തിലുള്ള ഒരു സൈഡ് ചെളിയുണ്ട്, അത് വാരണം. കുളത്തിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാനായി CCTV ക്യാമറകളും ഗാർഡുകളുടെ സേവനവും ലഭ്യമാക്കും. 7 കോടി രൂപയുടെ ഈ നവീകരണ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയുടെ ഭാഗമായാണ് നടപ്പാക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. UN-ലെ അമേരിക്കൻ സ്ഥാനാധിപതി നിക്കി ഹാലെ രാജിവെച്ചു. നിക്കി ഹാലെയുടെ രാജി അംഗീകരിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് നിക്കി ഹാലെ രാജിക്കാര്യം സൂചിപ്പിച്ചിരുന്നതായി ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ട്രംപിന് വേണ്ടി പ്രചരണം തുടരുമെന്നും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താൻ തുടർന്നും ഉണ്ടാകുമെന്നും നിക്കി ഹാലെ വ്യക്തമാക്കി. അമേരിക്കൻ ഭരണകൂടത്തിൽ ക്യാബിനറ്റ് അംഗത്വം ലഭിച്ച ആദ്യ ഇന്ത്യൻ വംശജയാണ് നിക്കി ഹാലെ. these last 8 years, and I do think that sometimes it's good to rotate in.